എത്തിയോ? എവിടെ നോക്കട്ടെ. അതെ അതെ, കണ്ടിട്ട് എത്ര കാലമായല്ലേ. ഓ, ഇതാണോ പൈതൽ മല? അതെ അപ്പച്ചി, നിങ്ങളൊക്കെ ഇതിനു മുമ്പ് ഇവിടെ വന്നായിരുന്നോ? ആ, ഞാനൊരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടല്ലേ, ഫുള്ള് പച്ചപ്പായിട്ട്. അമ്മേ അമ്മേ, മോളും വരുന്നോ അവിടേക്ക്? മോളെയും കൂട്ടാട്ടോ. ഇത്ര ദൂരെ നിന്ന് കാണാൻ പോലും എന്ത് ഭംഗിയല്ലേ. ആ, അതെ അതെ. ഇവിടെ തീരെ ആൾക്കാരില്ലല്ലോ. നമ്മൾ മാത്രാണോ ഇവിടെ വന്നേക്കുന്നേ? കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവുമല്ലോ. ഇന്ന് പിന്നെ അവധി ദിവസമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ആൾക്കാരില്ലാത്തതാ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കയറാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് റഷാ. അതെ അളിയാ, അല്ലെങ്കിൽ ഇവിടെ കയറാൻ പോലും പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ മല എവിടെയായിരിക്കുന്നേ? ഇതാ ഇതിലൂടെ തന്നെ സ്ട്രൈറ്റ് പോയാൽ മതി, എന്നാലേ ടോപ്പിലെത്താം. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ടാവും, അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോവാൻ പെട്ടെന്ന് തന്നെ. എന്തിനാ ഇവിടെ കാത്തു നിൽക്കുന്നേ? ഇല്ലടി, ഞാനും ഏട്ടനും വരുന്നില്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കുറേ നടക്കാനുള്ളതല്ലേ, ഇല്ലെങ്കിലേ വയ്യ. കാലിലെ വെരിക്കോസിന്റെ വന്നിട്ട് കാല് മൊത്തത്തിൽ അങ്ങ് വേദന. അമ്മ വരുന്നില്ലേ? അമ്മ വരുന്നില്ലെങ്കിലേ കുഞ്ഞാറ്റ മോളെ അമ്മ നോക്കിയോണേ. ശരി മോളെ. അച്ഛമോളെ, ലില്ലി മോളെ ഇങ്ങോട്ട് താ, ഞാൻ എടുക്കാട്ടോ അവളെ. കുറേ നടക്കാനുണ്ട്. ലില്ലി മോളെ എടുത്തോണ്ട് നിനക്ക് മുകളിലോട്ടൊന്നും നടക്കാൻ പറ്റില്ല. അത് ശരിയാ അച്ചു, നീ ലില്ലി മോളെ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തേക്ക്, അവര് നോക്കിക്കോളും കുഞ്ഞിനെ. ശരി ഏട്ടാ, കുഞ്ഞിനെ ഏട്ടൻ നോക്കിക്കോളൂല്ലോ. ഇന്ന് ചേട്ടാ കുഞ്ഞിനെ പിടിച്ചോ. അപ്പോൾ നിങ്ങൾ നേരം വൈകിക്കണ്ട, പെട്ടെന്ന് തന്നെ പൊയ്ക്കോ. എന്നാൽ എല്ലാവരും നടക്കങ്ങോട്ട്. അച്ഛാ അച്ഛാ, ഈ കടയിലെ ഉപ്പിലിട്ട പൈനാപ്പിൾ ഒക്കെ ഉണ്ട്, എനിക്ക് വാങ്ങിത്തരാം അച്ഛാ. ആ, വാങ്ങിത്തരാം. നീ ആദ്യം ആ മലയിൽ കയറിയിട്ട് വാ, എന്നിട്ടായിട്ട് വാങ്ങിത്തരാട്ടോ. എല്ലാവരും വന്നതിന് ശേഷം മോക്ക് വാങ്ങിത്തരാട്ടോ. ഓക്കേ, ഡൺ. മക്കളെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വലുതാവുമ്പോ ഒന്നിച്ച് പോവാട്ടോ. അയ്യോ, എത്ര നടക്കാനുണ്ടല്ലേ. കുറേ നടക്കാനുണ്ട് അപ്പച്ചി. പക്ഷെ നടന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവിടുത്തെ വ്യൂ അടിപൊളിയാ. അവിടെ നിന്നിട്ട് നല്ല ഫോട്ടോ എടുക്കണം, നല്ലല്ലേ, മഞ്ഞ് പൊഴിയുന്നത് പോലെ ഉണ്ട്. സംസാരിച്ചോണ്ടിരുന്നാലേ അവിടെ എത്തിയില്ല, വേഗം നടക്ക്. കുട്ടികളെ താഴാക്കിയിട്ട് വന്നതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകണം. അതെ അതെ, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടില്ലെങ്കിലേ കുട്ടികളൊക്കെ അറിയാൻ തുടങ്ങും. അമ്മേ, ക്ഷീണിച്ചു. എത്രയാ നടന്നതല്ലേ. ഇനി കുറച്ച് ദൂരല്ലേ ഉള്ളൂ, എല്ലാവരും പെട്ടെന്ന് തന്നെ നടക്കാൻ നോക്ക്. നമുക്ക് വിയർക്കുന്നൊന്നുമില്ലല്ലോ, പക്ഷെ നല്ല രസമില്ലേ. ക്ഷീണിച്ചെന്ന് മാത്രം. കുറച്ച് വെള്ളം എടുക്കായിരുന്നു അല്ലേ? ആ, അതെ അതെ, നമ്മൾ വെള്ളം എടുക്കാനാ മറന്നത്. ദേ അങ്ങോട്ട് നോക്കിയേ, ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുന്നു. എന്ത് രസമല്ലേ കാണാന്. അതേന്നേ, നോക്കിയേ, നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഓ, നല്ല തണുപ്പ് കാറ്റ് വീശുന്നുണ്ടല്ലേ. ഓ, നല്ലോണം തണുക്കുന്നു. ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലേ എല്ലാവരും പെട്ടെന്ന് തന്നെ എടുത്തോ. ഏട്ടാ, എൻ്റെ ഒരു ഫോട്ടോ എടുക്കുവോ? ഈ ബാക്കിൽ നല്ല ക്ലൗഡൊക്കെ കാണുന്ന വിധത്തില്. ആ, ശരി, നേരെ നിൽക്കേ, നേരെ നില്ലേ, ഫോട്ടോ എടുക്കാൻ പോവാണേ. ഏട്ടാ, എൻ്റെ ഒരു ഫോട്ടോ എടുക്കേ. ആ, ഓക്കെ. അപ്പച്ചി ഒന്നില്ലേ, നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാം. മാമ, നിങ്ങളൊന്നില്ല മാമ ഇവിടെ. ചേട്ടാ, നിങ്ങളെ തിരക്കിലതാ ഒരാള്, അയാളെ കയ്യിലേ ക്യാമറ കൊടുക്കുക, എന്നിട്ട് ഏട്ടനെന്നില്ലേ നമുക്ക് ഒന്നിച്ചിട്ടൊരു ഫോട്ടോ എടുക്കാം. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഞങ്ങളൊരു ഫോട്ടോ എടുക്കാവോ? ശരി, ആ ക്യാമറ ഒന്ന് ഇങ്ങോട്ട് തന്നോളൂ. ഓക്കെ, എല്ലാവരും ശരിക്കും തന്നെ അങ്ങനെ തന്നെ. ഇത് ചിരിച്ചേ സ്മൈൽ. ആ, ഞാൻ നോക്കട്ടെ, ശരിയായിനോന്ന്. ആ, അടിപൊളിയായിന്, താങ്ക് യു സാർ. വാ, ഇനി എല്ലാവരും താഴോട്ട് ഇറങ്ങാം. അവിടെ കുഞ്ഞോള് കരയുന്നുണ്ടാവും, വേഗം വാ. അതെ അതെ, നമ്മൾ വന്നിട്ട് കുറേ സമയമായി. എടി, നിനക്ക് പൈനാപ്പിൾ ഉപ്പിലിട്ടത് വേണോ? വേണ്ട ഏട്ടാ, അവര് വന്നതിന് ശേഷം കഴിക്കാം. അയ്യോ, കുഞ്ഞോള് കരയാൻ തുടങ്ങിയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ, കുഞ്ഞിക്ക് വിശക്കുന്നുണ്ടാവും, അതിന് കുഞ്ഞിക്ക് കുപ്പിപ്പാൽ കൊടുക്കാം. അയ്യോ, ഇവൾക്കിതെന്ത് പറ്റി? അത് വേറൊന്നുമല്ല ഏട്ടാ, കുഞ്ഞാവയ്ക്ക് പാല് കൊടുക്കുമല്ലേ, അപ്പോൾ കുഞ്ഞോൾക്കും വിശക്കുന്നുണ്ടാവും. എൻ്റെ ബാഗിലേ ബിസ്ക്കറ്റ് ഉണ്ട്, അതൊന്ന് കൊണ്ടുവരുമോ ചേട്ടാ, എന്നിട്ട് അവൾക്ക് കൊടുത്താൽ മതി. ആ, ശരി. ആ, കിട്ടിയോ? ഇപ്പോഴെന്താ കുട്ടിയുടെ സന്തോഷം കണ്ടേ. ആ മക്കളെ, നിങ്ങൾ എത്തിയോ? എല്ലാവരും എത്തിയോ? എങ്ങനെയുണ്ട് പോയിട്ട്? അടിപൊളി വൈബായിരുന്നു അമ്മേ, പക്ഷേ കുറേ നടക്കാനുള്ളതുകൊണ്ട് നടന്ന് കാല് കുഴഞ്ഞു. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അച്ചു? അടിപൊളിയായിരുന്നു അടുത്തമ്മേ, പക്ഷേ കുറേ നടക്കാനുണ്ടല്ലോ, അതുകൊണ്ട് കാണി കുറച്ച് വയ്യായിക. ആ, നീ കുഞ്ഞിനെ ഇവിടെ ആക്കിയത് നന്നായി, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ നടക്കുമായിരുന്നു നീ? അത് ശരി അടുത്തമ്മേ, കുഞ്ഞിനെ ഇവിടെ ആക്കിയതുകൊണ്ടേ നേരെ പോയിട്ട് വരാൻ പറ്റി. അച്ഛാ, എനിക്ക് പൈനാപ്പിൾ. മക്കളെ, അവിടെ നിന്ന് പൈനാപ്പിൾ വാങ്ങിച്ചേ. ആ, ശരി അച്ഛാ.
മക്കളെ വേഗം പൈനാപ്പിൾ കഴിച്ചിട്ട് കുഞ്ഞാവ എടുത്തോ. ശരി ഏട്ടാ, ഏട്ടന്റെ കൈ കുഴഞ്ഞിട്ടുണ്ടാവുമല്ലേ എടുത്തിട്ട്. ഇല്ല മക്കളെ, ലില്ലി മോളൊന്നും ചെയ്തില്ല. ലില്ലി മോളെ നീ പോയി വരുന്നത് വരെ നേരെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി, ചേച്ചിക്ക് ഇത് വേണ്ടെങ്കിലേ ഞാൻ തന്നെ തിന്നട്ടെ. എടി, ഞാനും ഏട്ടനോ ഇവിടെ അടുത്ത് ചെറിയൊരു വാട്ടർഫോൾസ് ഇല്ലേ, അവിടെ കാണാൻ പോകുന്ന. നീ വരുന്ന? ഞാനും വരുന്നു. അച്ഛാ, ഞാൻ ചേച്ചിയുടെ കൂടെ താഴെയുള്ള വാട്ടർഫോൾസിലേക്ക് പോയിട്ട് വരുന്നേ. അപ്പൊ നിനക്ക് ഈ പൈനാപ്പിൾ വേണ്ടേ? അത് അച്ഛൻ പിടിച്ചോ, ഞാനേ വന്നിട്ട് കഴിക്കാം. ചേച്ചി പോവാ. അമ്മ, അച്ഛാ, ഞങ്ങൾ താഴെ വരെ പോയിട്ട് വരുന്നേ. ശരി മക്കളെ, പോയിട്ട് വാ. അപ്പച്ചി വരുന്നോ താഴോട്ടെ? ഇല്ല മക്കളെ, എനിക്ക് നടന്നിട്ട് എന്റെ കാല് വരുന്നില്ല നടക്കാൻ. ഇനി ഒരു ചവിട്ട് പോലും നടക്കാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് വാ. ഇവിടെ നോക്കിയേ, ഫുള്ള് വേലി കെട്ടി വെച്ചേക്കുന്നു. അതെ, നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റില്ല അല്ലേ? ഞാനേ മെല്ലെ ആ വേലിക്കടിയിലൂടെ പോകുന്നേ. എടി, ആ വേലി കെട്ടി വെച്ചേക്കുന്നതിനാ പോവാതിരിക്കാൻ വേണ്ടിട്ടല്ലേ. പോയാലേ നിന്നെ ആ വെള്ളത്തിലോട്ട് തന്നെ ഉന്തിടും ഞാനാ. വാ, നമുക്ക് തിരിച്ചു തന്നെ പോവാം. എന്തായാലും ഇറങ്ങാനൊന്നും പറ്റില്ല.